ഇത്ര തെളിമയോടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ആ മനുഷ്യനെ ജയിപ്പിക്കാതിരിക്കാൻ എങ്ങനെ ആ നാടിന് കഴിയും? സഖാവ് കുഞ്ഞാലി ചുവപ്പിച്ച ആ മണ്ണിനെ ചുവപ്പിനെ ഇത്രത്തോളം പടർത്താൻ ആ മനുഷ്യനല്ലാതെ മറ്റാർക്ക് കഴിയും? ആ ചുവപ്പ് തലമുറകളോളം കെടാത്ത കൈത്തിരിനാളമായി കൈമാറാൻ ആ മനുഷ്യനല്ലാതെ മറ്റാർക്ക് കഴിയും? യുദ്ധവെറിയന്മാരുടെ കാലത്ത് ഇരകളാക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും സംസാരിക്കാൻ ഈ മനുഷ്യനല്ലാതെ മറ്റാർക്ക് കഴിയും? വർഗീയവാദികളുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഗീയവാദികളെ മനുഷ്യരായി പോലും ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്ന് പറയാൻ ഈ മനുഷ്യനല്ലാതെ മറ്റാർക്ക് കഴിയും? സ്വാഭാവികമായും ഈ മനുഷ്യനെ അല്ലാതെ മറ്റാരെയാണ് നിലമ്പൂർ ജനത തിരഞ്ഞെടുക്കേണ്ടതെന്ന വലിയ ചോദ്യം കൂടിയുണ്ട്. എം സ്വരാജിന് അനുകൂലമായ വിധിയെടുത്ത് നാളെ കഴിഞ്ഞുള്ള മറ്റന്നാളിലെ പ്രഭാതത്തിൽ സ്വാഭാവികമായും നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുമെന്നത് വലിയ ആത്മവിശ്വാസമായി ഇടത് ക്യാമ്പുകളിൽ ഉണ്ടാകുകയാണ്. ആ ആത്മവിശ്വാസത്തിൽ എം സ്വരാജിത ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്, അഭിസംബോധന ചെയ്യുകയാണ്. 2 മിനിറ്റ് കൂടി മാത്രമാണ് പരസ്യ പ്രചാരണം ശേഷിക്കുന്നത്. കൊട്ടിക്കലാശം ഉച്ചസ്ഥായിയിൽ കൊട്ടിക്കേറുകയാണ് നിലമ്പൂർ. ഈ ഉപതെരഞ്ഞെടുപ്പിനെ വലിയ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തോടെ, വലിയ തെരഞ്ഞെടുപ്പിന്റെ ഓളത്തോടെ, ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശത്തോടെ ശിരസാവഹിക്കുകയാണ്, ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. മത്സരിക്കുന്ന ആളുടെ പേര് എം സ്വരാജ് എന്നാണ്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ് എന്നുള്ളൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഒരുപക്ഷെ ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചകമായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. ആ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി കഴിഞ്ഞ 9 വർഷക്കാലം ഈ സർക്കാർ ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തുകയാണ്. ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാടുകൾ ഒരു ഘട്ടത്തിൽ പോലും എതിരാളികളുടെ രാഷ്ട്രീയത്തെ, എതിരാളികളുടെ വ്യക്തിപരതയെ കടന്നാക്രമിക്കാതെ തെളിമയുള്ള രാഷ്ട്രീയം സംസാരിച്ച ആ മനുഷ്യൻ ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ സാമാജികനായി, അവരുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ്.